മാർച്ച് 3 ലോക കേൾവി ദിനം. WHO നമ്മുടെ കേൾവിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, പ്രൊട്ടക്ട് യുവർ ഹിയറിംഗ്. ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ 60%-ൽ കൂടുതലായിട്ട് വോളിയം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്ഥിരമായി ലൗഡ് നോയ്സിൽ വർക്ക് ചെയ്യുന്നവർ ഇയർ പ്ലഗ്സ് ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. നമ്പർ 2, റിക്വസ്റ്റ് ഫോർ എ ഹിയറിംഗ് ടെസ്റ്റ്. കുഞ്ഞു കുട്ടികൾ ജനിച്ച് ഹോസ്പിറ്റൽ വിടുന്നതിനുള്ളിൽ തന്നെ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ സ്കൂൾ കുട്ടികളിലും 50 വയസ്സ് കഴിഞ്ഞവരിലും എല്ലാ വർഷങ്ങളിലും ഹിയറിംഗ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. നമ്പർ 3, ചെക്ക് യുവർ ഓൺ ഹിയറിംഗ്. അതായത് WHO നമുക്ക് ഹിയർ WHO എന്നൊരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്ഥിരമായി യൂസ് ചെയ്ത് അതിൽ സ്കോർ 50-ൽ താഴെയാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഹിയറിംഗ് ഇവാലുവേഷൻ നടത്തുക. നമ്പർ 4, യൂസ് അസിസ്റ്റീവ് ടെക്നോളജീസ്. ഇൻ കേസ് നമ്മുടെ കേൾവിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്നെങ്കിൽ തന്നെ ഹിയറിംഗ് എയ്ഡ്സ്, കോക്ലിയർ ഇംപ്ലാന്റ്, ഹിയറിംഗ് ലൂപ്സ്, FM സിസ്റ്റം, അങ്ങനെ നമ്മുടെ ഓഡിറ്ററി സ്റ്റിമുലസിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ടെക്നോളജീസ് നിങ്ങൾ ഉറപ്പായും യൂസ് ചെയ്യുക. ആൻഡ് ദി ലാസ്റ്റ് വൺ, ആൻഡ് ദി ഫിഫ്ത്ത് വൺ ഈസ് സ്റ്റേ ഇൻഫോംഡ്. എന്താണ് കേൾവിക്കുറവ്, അത് എപ്പോഴൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ സംഭവിക്കാം, ഏതൊക്കെ തരം ഹിയറിംഗ് ലോസുകൾ ഉണ്ട്, ഏത് ഏജിൽ ഇത് ഏതൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു നമ്മുടെ ലൈഫിനെ എന്നൊക്കെ സ്വയം എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ ആ ഇൻഫർമേഷൻ നമുക്ക് അറിയാവുന്നവരിലേക്കും പാസ് ചെയ്യുക. ഓക്കെ.